അടുത്തത് സിഗ്നം ഫംഗ്ഷനാണ് പറയാൻ വേണ്ടി പോണത്. സിഗ്നം ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഫ്രം ആർ ടു ആർ, ഡൊമെയിനും കോഡൊമെയിനൊക്കെ ആറ് തന്നെയാണ്. അത് സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ്, ഈ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തേക്കണത് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, 0യ്ക്ക് മുകളിലുള്ള എല്ലാവരും പോസിറ്റീവാണ് അല്ലേ, 0യ്ക്ക് മുകളിലുള്ള എല്ലാ നമ്പേഴ്സും പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവാണ്. എക്സ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 1ഉം, എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ 0യും, എക്സ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് തന്നെ 1 ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 1 ആയിരിക്കും. എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ ആൻസർ 0 ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 0 ആയിരിക്കും. എക്സ് ലെസ് ദാൻ 0, അതായത് 0നേലും താഴെയുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ എക്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ -1 ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ, വൈ അല്ലേ. അപ്പം നമുക്കിവിടെ നമ്മൾ ടാബുലർ കോളം വരയ്ക്കുമ്പോൾ ഇഷ്ടമുള്ള നമ്പേഴ്സൊക്കെ എടുക്കാം. ഞാൻ അതായത് ഗ്രാഫ് വരക്കാൻ എളുപ്പത്തിന് -3, -2, -1, 0, 1, 2, 3 എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ -4 കൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ 0.5 എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിനാണ് എടുത്തേക്കുന്നത്. -3, -2, -1, 0, 1, 2, 3. -3ൻ്റെ നെഗറ്റീവ് നമ്പർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ തന്നെ, -1. -2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറാണ്, അപ്പോൾ ഔട്ട്പുട്ട് -1. -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പറാണ്, അപ്പോൾ ഔട്ട്പുട്ട് -1. 0 വരുമ്പോൾ ഔട്ട്പുട്ട് 0. 1 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പറാണ്, അപ്പോൾ 1. 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പറാണ്, ഔട്ട്പുട്ട് 1. 3 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പറാണ്, അപ്പോൾ ഔട്ട്പുട്ട് 1. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ടാബുലർ കോളം കിട്ടുന്നത്. ഇനി ഇതെങ്ങനെ വരക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് -3 വന്നപ്പോൾ വൈ എന്ന് വെച്ചാൽ -1. അപ്പോൾ എക്സ് -3 വന്നപ്പോൾ വൈ -1, അപ്പോൾ താഴെയാണ്, കണ്ട ഇവിടെയാണ് വന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഡോട്ടഡ് ലൈൻ ഇടാം, അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എക്സ് -2 വന്നപ്പോൾ നമുക്ക് അവിടെയും -1 കിട്ടിയേക്കണം, അപ്പോൾ അത് ഇവിടെ ആയിരിക്കും എൻ്റെ പോയിൻറ്റ്. ഇനി എക്സ് -1 വന്നപ്പോൾ നമുക്ക് വൈ -1 തന്നെയാണ്, വീണ്ടും -1 തന്നെയാണ് കിട്ടിയേക്കണത്, അതായത് ഇവിടെ ഇങ്ങനെ കിട്ടി. ഇനി എക്സ് 0 വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 0 ആണ് കിട്ടിയത്. ക്ലിയർ? ഇനി എക്സ് 1 വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വൈയും 1 തന്നെയാണ് കിട്ടിയത്, അതായത് മുകളിൽ പോയി. എക്സ് 2 വന്നപ്പോൾ നമുക്ക് അവിടെയും 1 തന്നെ കിട്ടിയത്. എക്സ് 3 വന്നപ്പോഴും 1 തന്നെ കിട്ടിയത്. 4 വന്നു കഴിഞ്ഞാലും 1 തന്നെ ആയിരിക്കും കിട്ടണത്. ഓക്കെ, ഇവിടെ -4 വന്നു കഴിഞ്ഞാലും -1 തന്നെ ആയിരിക്കും കിട്ടണത്. അപ്പം ഇതിൻ്റെ എങ്ങനെ വരക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവരിങ്ങനെ സ്ട്രെയിറ്റ് വരയ്ക്കും അല്ലേ, ഇവിടെ നിന്ന് ഇയാളെയും ഇങ്ങനെ സ്ട്രെയിറ്റ് വരയ്ക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ വന്ന് മുട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയി. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വാല്യൂ 0 ആണ്, അതായത് ഇവിടെയാണ് വരേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് ഇതിന് ആൻസർ ഇല്ല, അതതിനകത്ത് പെടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനൊരു കളേർഡ് അല്ലാത്ത ഒരു റൗണ്ട് കൊടുക്കണത്. ഇവിടെയും കൊടുക്കും കളേർഡ് അല്ലാത്തൊരു റൗണ്ട്, അതായത് ഇത്രേ ഉള്ളൂ. ഇവിടെയാണ് അത് കളറുള്ള റൗണ്ട് കൊടുക്കുന്നത്. കാരണം ഇതാണ്, ഈ ലൈനിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. ഈ ലൈൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വൈയുടെ ഈ ലൈൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും എക്സ് 0 ആണ്. അതായത് എക്സിൻ്റെ ഏത് ഭാഗത്തൂടെ പോയേക്കണത്, എക്സിൻ്റെ ലൈനിൽ 0 എന്ന് പറയുന്ന ലൈനിൽ കൂടെയാണ്, 0 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയാണ് ഇത് പോയേക്കണത്. അതായത് ഈ ലൈനിൽ എല്ലായിടത്തും എക്സ് 0 ആണ്. എക്സ് 0 വരുമ്പോൾ വൈയുടെ വാല്യൂ 0 ആണ് നമുക്ക് കിട്ടേണ്ടത്. വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 0 ആവണത് ഈ ഒരു പോയിന്റിൽ മാത്രമാണ്. നമ്മൾ ഇവിടെ നിന്നേ മുട്ടിച്ച് വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ 1 ആണ്. അത് തെറ്റല്ലേ? കാരണം എക്സ് 0 വരുമ്പോൾ വൈയുടെ വാല്യൂ 1 വരാൻ പാടില്ല, അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്ത്, കളർ കൊടുത്തപ്പോൾ റൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കാണിച്ച്. കാരണം ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഈ ലൈന് മേലുള്ള ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇതിനകത്ത് ഉൾപ്പെടണില്ല എന്ന് കാണിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ലൈന് മേലുള്ള ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റും ഇതിനകത്ത് ഉൾപ്പെടണില്ല. അവിടെ വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി ഈ ഒരു ഫംഗ്ഷൻ വരക്കുമ്പോൾ നമുക്ക് തെറ്റ് വരാം. ഓക്കെ,
ഇത്രേ ഉള്ളൂ സംഭവം. സിഗ്നം ഫംഗ്ഷനിൽ പോസിറ്റീവ് നമ്പേഴ്സ് 0 കഴിഞ്ഞിട്ടുള്ള ഒരു പോയിൻറ്റ് 0,0,0,1 എടുത്താൽ പോലും അത് പോസിറ്റീവാണ്. 0.01 എടുത്താലും പോസിറ്റീവാണ്. 0.000001 എടുത്തു കഴിഞ്ഞാലും പോസിറ്റീവാണ്. അതായത് 0 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള ഏത് സംഗതി എടുത്തു കഴിഞ്ഞാലും പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് 0 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത വാല്യൂവിന് പോലും 1 ആണ് നമുക്ക് വന്നത്. അപ്പോൾ ഇവിടെ 1 ആണ് കൊടുക്കുന്നത്. 0 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത വാല്യൂവിന് പോലും നമ്മൾ ഇവിടുത്തെ പോയിന്റ് 1 ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ 0യ്ക്ക് നമ്മളിവിടെ 0 ആണ് വരണത്. 0യ്ക്ക് 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ വേണം ഇത് വരക്കാനായിട്ട്. അല്ലാണ്ട് നമ്മളിതിങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് 0യിലേക്ക് ഇങ്ങനെ മുട്ടിച്ചാൽ തെറ്റി. അങ്ങനെയല്ല വരക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെയാണ് വരക്കേണ്ടത്. ഓക്കെ.